ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് സോയാ ചങ്ക്സും ഗ്രീൻ പീസും കൊണ്ടുള്ള ഒരു അടിപൊളി കറിയായിട്ടാണ്. ഇത്രയും ടേസ്റ്റുള്ള സോയാ ചങ്ക്സ് കറി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം നമുക്കിത് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇതിന് വേണ്ട ചേരുവകൾ: സോയാ ചങ്ക്സ് 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 1 ടീസ്പൂൺ, എണ്ണ 3 ടീസ്പൂൺ, ഇഞ്ചി 1 ചെറിയ കഷ്ണം, വെളുത്തുള്ളി 7 എണ്ണം, പച്ചമുളക് 2 എണ്ണം, സവാള 2 എണ്ണം, ഗ്രീൻ പീസ് 1 കപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, തക്കാളി 1 വലുത്, മല്ലിയില 1 ടേബിൾ സ്പൂൺ, വെള്ളം ആവശ്യത്തിന്. ചേരുവകൾ വിശദമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമ്മൾ സോയാ ചങ്ക്സ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം തിളപ്പിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ 1 കപ്പ് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് ഇതിലിട്ട് തിളപ്പിച്ചെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സോയാ ചങ്ക്സ് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി ഇത് മിക്സിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. തോരന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ അരച്ചെടുക്കില്ലേ, അതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ചേർക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ്. നെയ്യ് ചേർക്കേണ്ടാത്തവർക്ക് 4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി സവാള ബ്രൗൺ നിറം ആവുന്നവരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് ചെറു തീയിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരും. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ജീരകപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് 1 വലിയ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുക. ചെറിയ തക്കാളിയോ പുളിപ്പ് കുറഞ്ഞ തക്കാളിയോ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ 2 എണ്ണം വരെ എടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഗ്രീൻ പീസ് ആണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് നേരത്തെ വേവിച്ചെടുത്തതിന് ശേഷം ഈ ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഗരം മസാലപ്പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അടച്ചു വെച്ച് വേവിക്കാം. ഈ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് വരണം. ഈ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കുകയും വേണം. ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് അത്ര ടൈമൊന്നും വേണ്ട ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്നു വെച്ചിട്ട് തന്നെ വേവിക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ചെറു തീയിലിട്ടിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. എത്രത്തോളം വറ്റിച്ചെടുക്കുമോ അത്രത്തോളം ടേസ്റ്റാണ് ഈ കറിക്ക്. സോയാ ചങ്ക്സിലൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചു വരും. ഇതിങ്ങനെ അരച്ചിട്ടേക്കുന്നതുകൊണ്ട് ഇത് സോയാ ചങ്ക്സ് ആണെന്ന് പോലും പറയില്ല. കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ സോയാ ചങ്ക്സും ഗ്രീൻ പീസും ഒക്കെ ചേർത്തിട്ടുള്ള അടിപൊളി കറി റെഡിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ അകത്തൊക്കെ വെച്ചിട്ട് റോൾ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.